So I'll start right away. Thank you so much, Santosh and the Logic team. I'll quickly come to the point. Before that, this is the session today. Is it audible? Is it visible, the presentation? Yes, sir. Yes, sir. All right. Good morning, friends. I hope I'm audible enough so that you can hear properly. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. Thank you so much for coming down and joining the session on a Sunday morning. It is always good to see you. Not because നമ്മുടെ ടോക്ക് കേൾക്കുന്നു എന്നുള്ളതിനേക്കാളും എനിക്കിനകത്ത് കാണുന്ന ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര നേരത്തെ ലൈഫിൽ ഇത്രയും നേരത്തെ, അതായത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും അല്ലെങ്കിൽ BCom ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ദേ ടേക്കിംഗ് ഗുഡ് ഇൻട്രസ്റ്റ്. And moreover, the parents who have, who are, I'm sure at least few of them will be online today. അവരെയും ഞാൻ ഇതിനകത്തോട്ട് വെൽക്കം ചെയ്യുന്നു. കാരണം ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അതൊരു ഫാമിലി ഡിസിഷൻ മേക്കിങ്ങിനെ ആയിരിക്കണം, ഒറ്റയ്ക്കായിരിക്കരുത്. നിങ്ങളും കുട്ടികളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ആൻഡ് സ്റ്റുഡൻസ് nowadays are very sensible. And yesterday I was looking at the questions being asked. നല്ല ക്വസ്റ്റ്യൻസ്, നല്ല സോളിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ജോലി ഇവിടെ എന്ന് വെച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് CMA പ്രൊഫഷൻ. അപ്പൊ നമുക്കിപ്പോ പറയാവുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് അൺസർട്ടനിറ്റിയുടെ അങ്ങ് അറ്റമാണ്. ഓക്കെ, ഇങ്ങനെ ആയിരുന്നില്ല 2019 മാർച്ചിലും ഒക്കെ ഇതായിരുന്നില്ല. 2020 2020 മാർച്ച് ആയപ്പോഴത്തേക്കും എല്ലാം മാറി. ആൻഡ് വി നെവർ ന്യൂ ഒരു വൈറസ് വിച്ച് ഇസ് എല്ലാം കൂടെ വലിച്ചു ലോകത്തിലുള്ള എല്ലാ വൈറസിനെയും, കൊറോണ വൈറസിനെ എല്ലാം കൂടെ തൂത്തുവാരി ഒരു വെയിങ് മെഷീൻ ഇട്ടാൽ ഒരു മില്ലിഗ്രാം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് ഇന്ന് എൻറ്റയർ ലോകത്തിനെ നിർത്തിയിരിക്കുന്നത്, പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്താണ് അതിനുള്ള പ്രതിവിധി? അത് നമ്മള് എല്ലാം നശിച്ച് എല്ലാം വിട്ട് കളഞ്ഞ് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതിന് ഉള്ള ഒരു സെഷനും കൂടിയാണിത്. ഈ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CMA പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ, ദയവേത് ഇതൊരു ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ടോക്ക് ഫോർ ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈഫിലെ പേഴ്സണൽ മാറ്ററിനെയും കൂടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഒന്നുകൂടെ സ്ട്രക്ചേർഡ് ആക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള പ്രസന്റേഷൻ. സോ ദിസ് പ്രസന്റേഷൻ ഈസ് എസെൻഷ്യലി മെന്റ് ഫോർ യു, നോട്ട് ജസ്റ്റ് ടു മോൾഡ് യുവർ കരിയർ ടു ഒരു മുന്നോട്ട് പോകുന്നത്, കരിയറിൽ മുന്നോട്ട് പോകുന്ന പ്രൊഫഷണൽ കരിയർ മാത്രമല്ല, പേഴ്സണൽ ലൈഫിലും ഗുണം ഉണ്ടാവും എന്നുള്ള ഒരു ബേസിസിലാണ് ഞാൻ ഈ പ്രസന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ you can just note down all those questions. അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇടയിൽ വെച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല, പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന 1 മണിക്കൂർ സമയമാണ്. അപ്പോൾ ഐ ജസ്റ്റ് ക്വിക്ക്ലി മൂവ് ഓഫ്. അപ്പൊ എൻ്റെ പ്രസന്റേഷൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ ഇത് വെച്ചിട്ട് തുടങ്ങാറ്. എ മെസ്സേജ്: ബിലീവ് നത്തിങ്, നോ മാറ്റർ വേർ യു റെഡ് ഇറ്റ് or who said it, even if I have said it, unless ചുമപ്പിലിട്ടിരിക്കുന്ന unless it agrees with your reason and your common sense. ഇത് ഞാനല്ല പറഞ്ഞത്, ശ്രീ ബുദ്ധനാ പറഞ്ഞിരിക്കുന്നത്. സോ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യു പ്ലീസ് ഡോണ്ട് ബിലീവ് എനിത്തിങ്. നിങ്ങൾ ഒന്നിനെയും വിശ്വസിക്കരുത്. അൺലെസ്, അത് എവിടെ നിന്ന് വായിച്ചു, ആര് പറഞ്ഞു എന്നുള്ളതല്ല. അൺലെസ് it agrees with your reason and common sense. ഈ ഒരു കൾച്ചർ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. ബിലീവ് നത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എതിർക്കുക എന്നുള്ളതല്ല. നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, അതിനെ നമ്മൾ
ഇന്റർപ്രറ്റ് ചെയ്ത് ഇത് ശരിയാണെന്ന് തോന്നുന്നു, അതിനെ കോമൺ സെൻസ് ഇട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, ഇപ്പോൾ നിങ്ങൾ ഈ പ്രസന്റേഷൻ കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വീട്ടിൽ ഒരു ചെറിയ ബഹളം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഫയർ ബ്രേക്ക് ഔട്ട്, അത് ഷോർട്ട് സർക്യൂട്ട് വരുന്നു. കോമൺ സെൻസ് എന്താണ്? കോമൺ സെൻസിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാന്നുള്ളതാണ്. അതാണ് അതിന്റെ ആ റീസൺ ഉണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓക്കെ, ഈ ടോക്ക് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ശങ്കർ സാറിനോടോ സന്തോഷ് സാറിനോടോ ഹരിയോടോ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഇമ്മീഡിയറ്റ്ലി എന്താണ് എന്നുള്ളതാണ്. അതുപോലെ എല്ലാ കാര്യത്തിനും യു ഷുഡ് അപ്ലൈ വിത്ത് യുവർ റീസൺ ആൻഡ് കോമൺ സെൻസ്. ഇമോഷണൽ ആയിരിക്കരുത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. എന്ന് ഇമോഷണൽ ആയോ അതോടെ തീർന്നു. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇമോഷണൽ ഡിസിഷൻ. വികാരപരമായിട്ടുള്ള തീരുമാനം അല്ല വേണ്ടത്. When it comes to life, it has to be supported by reasons and common sense. Pandemic runs in waves, and so is business. ഒരിക്കലും ബിസിനസ് ഇങ്ങനെ ഒരു ലീനിയർ അല്ല ഫ്രണ്ട്സ്. ലീനിയർ ഒരു ലൈൻ പോലെ, ലൈഫും ലൈൻ പോലെ അല്ല. ലൈഫും നോൺ ലീനിയറാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആവില്ല നാളെ. Let me tell you about my profile. I started off in a company called Amphenol FCI. പണ്ട് അത് OEN കണക്ടേഴ്സ് എന്നായിരുന്നു, അവിടെ ഫൈനാൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഫിനാൻസിൽ പോയി. അപ്പോൾ ഫിനാൻസിലായിരുന്നു, ഫിനാൻസും കോസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ 3-4 വർഷം. എന്നിട്ട് ഞാൻ കോർപ്പറേറ്റ് ഫിനാൻസിലോട്ട് പോയി. കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പ്രോജക്ട് റിപ്പോർട്ട്സ് കൊണ്ടുവരിക, കമ്പനിയെ ഫണ്ട് ചെയ്യുന്നത്. Then after that I moved out to ICICI Bank, a private sector bank. Then I moved out to HDFC Bank. അപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു, ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു എൻ്റെ കോർ ഫോക്കസ്. I was sure that I am going to practice in Kerala. അതുകൊണ്ട് തന്നെ കൊച്ചി തന്നെ നിന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻസ് വേണം. ബിക്കോസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കണക്ഷൻ വേണം. അങ്ങനെ ഞാൻ HDFC ബാങ്കിൽ നിന്ന് കറക്റ്റ് 10 വർഷം, എല്ലാവരും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ I came down from HDFC Bank. അന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഞെട്ടുമായിരുന്നു, എന്തുവാ ഇവൻ കാണിക്കുന്നത്. പക്ഷേ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു, ഇതൊക്കെ എല്ലാം നേരെയാവും തെറ്റും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്കൊരു ഇത്രയും കാലം വർക്ക് ചെയ്തു, ആ പഠിച്ച കാര്യങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണം. ജോലിയിൽ നിന്ന് ഗെയിൻ ചെയ്ത ലേണിംഗ്സ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ്. അതായിരുന്നു എൻ്റെ അന്നത്തെ ചിന്ത. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോലി നല്ല, I was so fortunate that I was working with companies with robust systems in place. സായിപ്പന്മാരുടെ കമ്പനിയിലും ബാങ്ക്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഓക്കെ, ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ ട്രൈ ചെയ്ത് നോക്കാം. ഹു കനോട്ട് അഫോർഡ് ബിഗ് കൺസൾട്ടൻസ്. ഇതായിരുന്നു അന്ന് നമ്മുടെ മനസ്സിൽ പോയിരുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 വർഷം, almost 10 years, I practiced cost and management accountancy. കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പോഴാണ് typical of my, I don't know it's a good or bad, but then I would say it was always good. LLBക്ക് എൻട്രൻസ് കിട്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അങ്ങനെ വൈകിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് there was a decision to be taken. കാരണം അത് ഒരു അക്കാഡമിക് LLB ആക്കാൻ പോകുന്നൊരു ഇത് വന്നു. So painfully I stepped down from my cost accounting practice and started law. ഇപ്പോൾ ലോ എന്ന് പറയുന്നത് ഫിനാൻസും ലോയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ വളരെ കുറവാണ്. അപ്പോൾ ലോയർ വിത്ത് ഫിനാൻസ് ബേസ് ഓർ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് വിത്ത് എ ലോ ബേസ് വളരെ കുറവാണ്. അത് കാരണം കോടതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു എഡ്ജ് കിട്ടാറുണ്ട്. അപ്പോഴാണ് ഒരു ആക്ട് വന്നത്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഒരു ആക്ട് പ്രകാരം കുറച്ച് പേരെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി അവരെ ഏൽപ്പിക്കും. അങ്ങനെ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു പരീക്ഷ നമ്മൾ പാസ്സായി, ലിമിറ്റഡ് ഇൻസോൾവൻസി എക്സാമിനേഷൻ പാസ്സായി. അപ്പോൾ അത് അന്നത്തെ I was again fortunate to be the first person there to handle such questions in Kerala, in such assignments in Kerala. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പഠിച്ചത് മുഴുവൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അതാണത് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, now you are in the age where you have to take correct decisions എടുക്കുമ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻസ് വെച്ചും കുറച്ച് ഫ്യൂച്ചറും എന്താവും എന്നുള്ളൊരു ഐഡിയയിലും വെച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്.
Friends, it is the basic principle is start early. If you are +1, 10, +1, BCom's final year, I'm okay. ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് പഠിച്ചു തുടങ്ങാം. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. പണ്ട് കാലത്ത് അതൊക്കെ പോസിബിൾ, ഇപ്പൊ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ സദേൺ ഇന്ത്യ റീജിയണൽ കൗൺസിൽ മെമ്പറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ കൊച്ചിൻ ചാപ്റ്ററിന്റെ ഒക്കെ ചെയർമാൻ ആയിരുന്നു. നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, പണ്ടൊക്കെ പാസ്സാവുന്ന ഏജ് 26, 27, 28. ഇന്ന് കുട്ടികൾ പാസ്സാവുന്നത് 21, 22. Therefore, earlier is the better. എന്നിട്ട് ഒരു ക്വാളിഫിക്കേഷൻ മാത്രം എടുത്തു കഴിഞ്ഞിട്ട് മതി, ഇതെല്ലാം കഴിഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ എടുക്കണം. അതിനകത്ത് നിങ്ങൾ പഠിച്ചത് തന്നെ വീണ്ടും അതിൻ്റെ ഡെപ്തിൽ പോകണം. ആ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സ്പേർട്ട് ആവുള്ളൂ. ദിസ് ഈസ് വാട്ട് എസെൻഷ്യലി I would want you to understand how you to take forward your career, both professional and personal. Pandemic runs in waves. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വേവ് കഴിഞ്ഞു, സെക്കൻഡ് വേവ് വന്നു, ഇനിയിപ്പോ തേർഡ് വേവ് വരാൻ പോകുന്നു എന്ന് പറയുന്നു. എൻ്റെ ഇടയിൽ വേറെ അസുഖങ്ങൾ വരുന്നു. ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ റെൻഡർ ചെയ്യും, കുറച്ച് മുമ്പ് ആ സർവീസിനെ ബാക്കിയുള്ളവരും തുടങ്ങും. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ഷെയർ കുറച്ച് കുറയും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ വാല്യൂ കൂട്ടാൻ ശ്രമിക്കും. എല്ലാ ബിസിനസ്സും അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് മാർക്കറ്റ് ഡിം ചെയ്യും. വീണ്ടും അത് നമ്മൾ കുറച്ച് ആഡ്-ഓൺസ്, വാല്യൂ അഡീഷൻസ് കൊടുക്കുമ്പോൾ അത് വീണ്ടും പോകും. സോ ഇറ്റ് കംസ് ലൈക്ക് എ സർക്കിൾ. അപ്പൊ അവിടേക്കാണ് ഡിസിഷൻ മേക്കിംഗ്. പ്ലീസ് ഹിയർ മീ കെയർഫുള്ളി. ഡിസിഷൻ മേക്കിംഗ്, ഈ ഡിസിഷൻ മേക്കിംഗിലാണ് സക്സസ് വരുന്നത്, അല്ലാതെ പോസ്റ്റ്മോർട്ടം മാത്രമല്ല. പോസ്റ്റ്മോർട്ടം ഈസ് എസെൻഷ്യലി റിക്വയർഡ്. ഗവൺമെന്റിന് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ളതൊക്കെ വേണം. പക്ഷേ ഗവൺമെന്റിന് റിട്ടേൺ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയോ ചെയ്താൽ നിങ്ങളുടെ പോക്കറ്റിൽ കാശ് വീഴില്ല. പോക്കറ്റിൽ കാശ് വീഴണമെങ്കിൽ ഡിസിഷൻസ് എടുത്ത് കമ്പനി മുന്നോട്ട് പോകണം. കമ്പനി മുന്നോട്ട് പോയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പോയാൽ മാത്രമേ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുകയുള്ളൂ. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയാൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടുകയുള്ളൂ. സോ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, essentially to help the management to take decisions. Let us move forward. Friends, ഇപ്പോഴത്തെ നോക്കൂ, പോസ്റ്റ് കോവിഡ് അൺസർട്ടനിറ്റി എന്തൊക്കെയാ നോക്കാം. ചേഞ്ചിങ് ഡിമാൻഡ് ഇതായിരുന്നില്ല. ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ കാശില്ല, ആൾക്കാർ മേടിക്കുന്നത് കുറച്ചു, ആൾക്കാർ ഉള്ള കാര്യങ്ങൾ തന്നെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മളറിയാം, നമ്മൾ കണ്ടുവരികയാണ് പല കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. കുറെ വാട്സ്ആപ്പ് ഫോർവേഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചക്ക, പിണ്ടി, കൊടപ്പൻ, അങ്ങനെ വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഷെയറിങ് മെന്റാലിറ്റി തുടങ്ങി. വേസ്റ്റിംഗ് കുറച്ചു. ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ നാളത്തേക്കും കൂടെ വെക്കാം എന്നുള്ള ചിന്ത. അപ്പൊ ചേഞ്ചിങ് ഡിമാൻഡ്, ഷിഫ്റ്റ് ഡിജിറ്റൽ, ഇതാണ് ഏറ്റവും വലിയത്. കൂടുതൽ ഷിഫ്റ്റ് ഡിജിറ്റൽ. ലെറ്റ് മി ടെൽ യു, വെൻ ഐ വാസ് വിത്ത് HDFC ബാങ്ക്, ഇലക്ട്രിസിറ്റി അടയ്ക്കാൻ അവിടെ പോയി ക്യൂ നിൽക്കണം, ടെലിഫോൺ അടയ്ക്കാൻ പോയി ക്യൂ നിൽക്കണം, വെള്ളക്കരടയ്ക്കാൻ ക്യൂ നിൽക്കണം. ഇതൊക്കെ ഗവൺമെന്റിന്റെ. നോക്കൂ, ഇപ്പൊ അതൊക്കെ മാറി. ഷിഫ്റ്റ് ടു ഡിജിറ്റൽ വേ ഓഫ് ഡൂയിങ് തിങ്സ്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ലോജിസ്റ്റിക്സൽ കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ. ഇപ്പൊ എല്ലാം ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് ഓർ എനിത്തിങ്, ബിഗ് ബാസ്കറ്റ്, റിലയൻസ് ജിയോ, അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ അവർ സാധനം വീട്ടിൽ കൊണ്ടു തരും. ലുക്ക്, അതിനകത്തൊക്കെ ഒത്തിരി കാര്യമുണ്ട്. ഇപ്പോൾ കറന്റ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു റിലയൻസ് ജിയോയിൽ നമ്മൾ ഓർഡർ ചെയ്തു, 1300 rupees or something like that. അവര് പറഞ്ഞു ഇന്ന ദിവസം ഈ ഇത്തരം സാധനങ്ങൾ വരും, നിങ്ങൾ ഈ പാസ്കോഡ് കൊടുക്കണം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ്, നിങ്ങൾ തന്ന കാര്യങ്ങൾ കാശ് തിരിച്ചടയ്ക്കുന്നു, ഇത്രയും സാധനങ്ങളില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നു സാധനങ്ങളൊന്നും ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല, യുവർ മണി ഈസ് റീഫണ്ട്. ഫ്രണ്ട്സ്, എന്തുകൊണ്ട്? ഇവിടെയാണ് കോസ്റ്റ് മാനേജ്മെന്റ്. നോക്കൂ, 12 ഒരു 15 കാര്യങ്ങൾ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തു, അതിന് 1300 രൂപ. ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ തിങ് ഫോർ ഹിം. കുറച്ച് കഴിയുമ്പോൾ സാധനം അവൈലബിൾ അല്ല, കാരണം കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും സാധനങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എൻ്റെ വീട് വരെ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. അവർക്ക് അതിനേക്കാളും നല്ലത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ദേ ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസ് വരുന്ന കാലഘട്ടമാണ് ഈ കോവിഡിന്റെ അൺസർട്ടനിറ്റി. ലോ ക്യാഷ് ഹോൾഡിങ്, ശമ്പളം കുറവ്, കാശില്ല, കാശ് വളരെ ജുഡീഷ്യൽ ആയിട്ടാണ് എല്ലാവരും ചിന്തിക്കുക. ലാക്ക് ഓഫ് കൺട്രോൾ. എനിക്ക് എൻ്റെ
റിസോഴ്സസിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു. എൻ്റെ റിസോഴ്സ് എന്താണ്? മെൻ, മെറ്റീരിയൽ ആൻഡ് മണി. മെറ്റീരിയൽസ് എനിക്ക് സാധനം കിട്ടുന്നില്ല, എനിക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ല, എനിക്ക് സാധനങ്ങൾ എൻ്റെ മാനുഫാക്ചറിങ്ങിന് അല്ലെങ്കിൽ എൻ്റെ സർവീസിന് വേണ്ടി കിട്ടുന്നില്ല, പറയുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. ലോ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. എന്താ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ഓഫീസിലെ റെന്റ് കൊടുക്കണം. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഇലക്ട്രിസിറ്റി കൊടുക്കണം. So there are cost which is fixed, whether you manufacture, whether you render service. നിങ്ങൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും ചിലടത്ത് നമുക്ക് ചിലവ് വരും. അപ്പോൾ അതിനെ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ കച്ചവടം ചെയ്യണം. അപ്പോൾ കച്ചവടം ചെയ്യാത്തത് കൊണ്ട് ലോ ആയിട്ടേ നമുക്ക് അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ദാറ്റ് ഇസ് കോൾഡ് ലോ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. and എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ഒരു വർഷമായിട്ട് if you travel through MG Road or any place, there will be lot of buildings for rent. എല്ലാവരും പോയി, എല്ലാവരും താങ്ങാൻ പറ്റുന്നില്ല. ഡിഫോൾട്ട്. എന്താ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ? ലോൺ എടുക്കും, തിരിച്ചടയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കച്ചവടം ഇല്ല. കച്ചവടം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഡിമാൻഡ് ഇല്ല. കാശ് ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കച്ചവടം ഉണ്ടായേനെ, കച്ചവടം ഉണ്ടായിരുന്നെങ്കിൽ കാശ് വന്നേനെ, കാശ് വന്നിരുന്നെങ്കിൽ ഞാൻ ഡിഫോൾട്ട് ചെയ്യില്ലായിരുന്നു. ഇതാണ് എൻ്റെ ലോജിക്. ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ വലിയ കാശുകൾ, വലിയ വലിയ മെഷീനറിയിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു പോയി ബിഫോർ കോവിഡ്. ഇപ്പൊ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നില്ല. കാശ് കൊടുക്കണം, റെന്റ്, തിരിച്ച് EMI അടയ്ക്കണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്തു പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും ലാൻഡിലും ബിൽഡിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല. വെരി ലോ. ഇങ്ങനെ കച്ചവടം ഇല്ലാത്തപ്പോ ചുമ്മാ കണ്ണടച്ച് ബാങ്ക് ലോൺ കൊടുക്കുവോ? ഇല്ല. ഹൈ ലേബർ ടേൺ ഓവർ. ആൾക്കാർ വിട്ടിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് പറയാണ് പ്ലീസ് നോ, വർക്ക് ഫ്രം ഹോം വരുന്നു, ശമ്പളം കുറയ്ക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ലോ മെറ്റീരിയൽ ടേൺ ഓവർ. എന്താ മെറ്റീരിയൽ ടേൺ ഓവർ? അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വരുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കുന്നു, ഇമ്മീഡിയറ്റ്ലി അതിനെ വിൽക്കാൻ പറ്റുന്നു. വിറ്റ് കഴിയുമ്പോഴത്തേക്കും കാശ് വരുന്നു, നമ്മൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നു, കുറച്ച് കയ്യിൽ നമ്മൾ റിസർവ് ആയിട്ട് വെക്കുന്നു. ദാറ്റ് ഈസ് ദ സർക്കിൾ. ക്യാഷ് ടു ക്യാഷ് സർക്കിൾ ഓർ ഓപ്പറേറ്റിംഗ് സർക്കിൾ. ആ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്ന സാധനം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ there should be low labor turnover. ആൾക്കാർ എപ്പോഴും കൂടിയ, മിനിമം ആൾക്കാർ എപ്പോഴും വേണം, ആൻഡ് ഹൈ മെറ്റീരിയൽ ടേൺ ഓവർ. ഇവിടെ ഇപ്പൊ നേരെ മറിഞ്ഞാ കിടക്കും. അപ്പൊ എല്ലാം കൂടെ വരുമ്പോ എന്ത് സംഭവിക്കും? ക്ലോഷർ ഓഫ് ബിസിനസ്. ദിസ് ഈസ് ദ അൺസർട്ടനിറ്റി. I can add lot number of things, എല്ലാം റിലേറ്റഡ് ടു ദിസ്. ഇതാണ് ഒരു ബിസിനസിന്റെ ആകത്തുക ഉണ്ടാവുന്ന ഒരു അൺസർട്ടനിറ്റി. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ആൻസർ ആണ് cost management. So what is cost management? Cost management is concerned with the process of finding the right project and carrying out the right way. ചെയ്യേണ്ടത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ആ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുമാണ് കോസ്റ്റ് മാനേജ്മെന്റ്. ഓൾറൈറ്റ്. ചെയ്യേണ്ട കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന കാര്യം ഐഡന്റിഫൈ ചെയ്തില്ലേ തീർന്നു. ഐഡന്റിഫൈ സാധനം മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിലും തീർന്നു. You will have to spend hundreds instead of 10 rupees. അല്ലെങ്കിൽ 100 ചെലവാക്കാൻ 1000 ചെലവാക്കേണ്ടതിന് വരും ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും നല്ല കോസ്റ്റ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ. വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചു വാക്സിനിന്റെ വേസ്റ്റേജ്. കേരളം ഒരു തുള്ളി വാക്സിൻ പോലും കളഞ്ഞില്ല എന്നാണ് റിപ്പോർട്ട്. ബട്ട് രാജസ്ഥാനില് 30% ഓഫ് വാക്സിൻ ഈസ് വേസ്റ്റഡ്. ഈ വാക്സിൻ മേടിക്കുന്ന ചുമ്മാ കിട്ടുന്നതാണോ? രാവിലെ എനിക്കിപ്പോൾ വരുന്ന സാധനമാണോ വാക്സിൻ? കാശ് കൊടുത്തിട്ടാണ് കിട്ടുന്നത്. സോ വേസ്റ്റേജ്. സോ അതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് ഫ്രണ്ട്സ്. പ്ലാനിങ്, നന്നായിട്ട് പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. എസ്റ്റിമേറ്റ് ചെയ്യണം എന്നെന്ന കാര്യങ്ങളാണ് കോസ്റ്റിൽ വരുന്നത്. ബഡ്ജറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 1000 ഉണ്ടാക്കുവാണെങ്കിൽ ഇത്രയും വരണം, ബഡ്ജറ്റ് ചെയ്യണം. ആൻഡ് ഫൈനാൻസിങ്, അത് ചെയ്യാൻ വേണ്ടി ഇത്രയും ഞാൻ കാശ് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫണ്ടിങ്, നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം നമ്മുടെ കമ്പനിയിൽ. ആൻഡ് മാനേജിങ്, അതിനെ മാനേജ് ചെയ്യുക, എങ്ങനെയാണ് എല്ലാ റിസോഴ്സസിനെയും നന്നായിട്ട് മാനേജ് ചെയ്യുക. കൺട്രോളിങ്, വൺസ് യു ഹാവ് എ ബഡ്ജറ്റ്, then you will take an actual budget versus actual. Budget versus actual, you have variance. ആ വേരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും?
കറക്റ്റീവ് ആക്ഷൻ എടുക്കും. ആ കറക്റ്റീവ് ആക്ഷൻ എടുക്കുമ്പോൾ ഒരു പുതിയ ന്യൂ നോർമൽ വരും. ഇപ്പൊ കോവിഡ് കാരണം പുതിയ ന്യൂ നോർമൽ വന്ന പോലെ പുതിയ ന്യൂ നോർമൽ അല്ല. ഐ കാനോട്ട് ഈവൻ തിങ്ക് ഓഫ് ഗോയിങ് ഇൻ ടു. കഴിഞ്ഞ ദിവസം മദ്രാസിൽ പോയപ്പോ പേടിച്ചു പോയി. ഫ്ലൈറ്റിന്റെ അകത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഏതാണ്ട് സ്പേസിൽ പോകുന്ന പോലെ. ദാറ്റ് ഇസ് ന്യൂ നോർമൽ. 2 വർഷമെങ്കിലും ഇത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. 2024 ആകുമ്പോഴേ ഈ മാസ്ക് നമ്മളെ നിന്ന് മാറുകയുള്ളൂ തോന്നുന്നു, അറിയില്ല. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക്, ഇതായിരിക്കണം കോസ്റ്റ്, അതായിരിക്കണം ബെഞ്ച് മാർക്ക്. ഓൾറൈറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, average age of passing CMA, CA or cost account company secretaries was 28, 29 about 20 years back. Now the average is 22. So you should benchmark as 22, 23 maximum. അതിനപ്പുറത്ത് പോകരുത്. Alright. അപ്പോൾ ഈ സാധനമാണ് so that projects can be completed within time and approved budget and the performance could be improved in time. അപ്പോൾ ഇന്ന് തീരേണ്ടത് 10 ദിവസം കഴിഞ്ഞ് തീർന്നാൽ ടൈം ഓവർറൺ എന്ന് പറയും. ടൈം കൂടി ഓവർറൺ. ടൈം ഓവർറൺ വരുമ്പോൾ കോസ്റ്റും ഓവർറൺ ചെയ്യും. നിങ്ങൾ 22-ാം വയസ്സിൽ പാസ്സാവേണ്ട നിങ്ങൾ 22-ന് പകരം 28-ാമത്തെ വയസ്സിൽ പാസ്സായാൽ നിങ്ങളുടെ ചെലവ് കൂടും. That's what I'm trying to say. If you are not passing in first or second or third shot, time will move. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഷോട്ട് പാസ്സായവരെല്ലാവരും ദൈവത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ അവര് ഏതോ ഒരു ലോകത്തിൽ. No statistics says if you pass in the first shot you are great and you are the best. No statistics says if you're taking a couple of shots more, couple of attempts more, കൊള്ളൂല എന്നൊരിടത്തും പറയുന്നില്ല. That is different altogether. Please don't club all these things. What I'm trying to say is ഇന്ന് average 23-ൽ കുട്ടികൾ പാസ്സാവും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. Now look at the chart here. Resources planning. നിങ്ങളുടെ റിസോഴ്സ് എന്താണ്? ബുക്സ്, നിങ്ങളുടെ ഓഫീസ്, വീട്, ആ കാര്യങ്ങൾ, നിങ്ങളുടെ സമയം, ഇതൊക്കെയാണ് നിങ്ങളുടെ റിസോഴ്സ്. ഇതിനെ നിങ്ങൾ എങ്ങനെയാ കോസ്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഓരോന്നിനും നിങ്ങൾ അതിനൊരു ഇതാവുക. നിങ്ങൾ 23 വയസ്സ് കഴിഞ്ഞ് പാസ്സാവുകയാണെങ്കിൽ എന്താണ് ഒരു ഓഫർ മിസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ 22 lakhs is the salary given by Accenture. 9.74 lakhs is the given for another company. But I'm talking about that which has happened the last month. 9.74 lakhs, 7 lakhs, 22 lakhs. ഇതൊക്കെയാണ് ഫസ്റ്റ് പേ കിട്ടുന്നത് ഫ്രഷേഴ്സിന്. This is the way moving ഇങ്ങനത്തെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എൻ്റെ റീസൺ ഞാൻ പറയാം. Then you have cost budgeting. Okay, ഞാൻ 23 years ആകുമ്പോഴത്തേക്കും ഇന്റർമീഡിയറ്റ് CA, CMA അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഇതൊക്കെ ഞാൻ പഠിക്കും. ഇത്രയും കോസ്റ്റ് ഞാൻ അതിനു വേണ്ടി ഫീസ്, ട്യൂഷൻ ഫീസ് ഇങ്ങനെ വരും. Let it go wrong, but you budget. You please budget. നിങ്ങൾക്ക് കൺട്രോൾ വേണമെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യണം. നിങ്ങൾ ഒരിടത്ത് പോവുകയാണെങ്കിലും വേണം. ഓക്കെ, ഞാൻ ഇപ്പോൾ എറണാകുളത്ത് പോവാണ്, എനിക്ക് ട്രെയിനിൽ മെട്രോയിൽ പോവാണ് ഇത്രയും രൂപ, ബസ്സിൽ പോവാണ്. ബഡ്ജറ്റ്സ്. ദെൻ യു ഹാവ് ടു അക്കൗണ്ട് എത്ര രൂപ ഞാൻ ചിലവാക്കി, അതിൽ നിന്ന് എത്ര ഞാൻ സേവ് ചെയ്തു, വേരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഓക്കെ ഞാനിപ്പോൾ ഒരു CMA പഠിക്കണമെങ്കിൽ ഇത്രയും രൂപ വേണം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബൈ 23rd year ഐ വിൽ പാസ് ദിസ്, 22nd year ഐ വിൽ ഡു ദിസ്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ 2 years ഐ ക്യാൻ പേ ഓഫ് ഓൾ ദിസ് തിങ്സ്. ഫ്രണ്ട്സ്, ദിസ് ഈസ് കോസ്റ്റ് മാനേജ്മെന്റ്. ഇതിൻ്റെ ഒരു വേറെ ലെവലിലാണ് കമ്പനീസിൽ നടത്തുന്നത്. കമ്പനിയിൽ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, ലേബർ, ഹ്യൂമൻ റിസോഴ്സസ്, മെഷീൻ യൂട്ടിലൈസേഷൻ ഒക്കെയാണ്. ഓരോന്നിനും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയുന്ന സാനിറ്റൈസറിന്റെ റോ മെറ്റീരിയൽ എന്താണ്, അതിന്റെ എത്ര ക്വാണ്ടിറ്റി ഓരോന്നിനും വേണം, 100 മില്ലി ബോട്ടിലിന് എന്താണ് എൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നോർമലി ഒരു കമ്പനിയിൽ ഉണ്ടാവുക. അതിനെ വെച്ച് ബഡ്ജറ്റ് ചെയ്യും. എത്ര നമ്മൾ സാനിറ്റൈസർ വാങ്ങിക്കേണ്ടി വരും, വിൽക്കേണ്ടി വരും, എവിടെയൊക്കെ വിൽക്കും, എത്ര എക്സ്പോർട്ട് ചെയ്യും, എത്ര ഡൊമസ്റ്റിക് ഉണ്ടാവും, എത്ര പ്രൈവറ്റ് കമ്പനി, എത്ര പബ്ലിക് കമ്പനി. ഓൾ ദോസ് തിങ്സ് കംസ് ഇൻ ടു ഡിസിഷൻ മേക്കിംഗ്. അത് കമ്പ്യൂട്ടർ തരത്തില്ല, നമ്മുടെ തലയിൽ വേണം. ഓക്കെ, നമ്മുടെ തലയിലാണ് അത് വേണ്ടത്. Now give me 1 minute. You can hear me, no? You can see me, no? Yes, sir. Okay. All right. Presentation കാണാലോ അല്ലേ? Something popped up. That's why I was a little confused. You can see the presentation now, cost management? Yes, sir. It is visible. Thank you. Thank you so much. Sorry for the confusion. So therefore,
ഈ സാനിറ്റൈസർ എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊക്കെയാണ് ഒരു പ്രൊഡക്ഷൻ ടീം പ്രൊജക്ട് ചെയ്യും. അത് നേരെ ഫിനാൻസിന് കൊടുക്കും. ഫിനാൻസ് എന്ത് ചെയ്യും? ഓക്കെ, ഇനി ഇത്ര രൂപ ഇയർ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ദേ വിൽ ഹാവ് ബഡ്ജറ്റ്, ദേ വിൽ ഹാവ് ആക്ച്വൽസ് ആൻഡ് ദേ വിൽ ഹാവ് എ വേരിയൻസ്. ആ വേരിയൻസ് നോക്കുമ്പോൾ എന്താണ് വേരിയൻസ് വരാൻ കാര്യം? നോക്കൂ, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ മെഷീനിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ആ മെഷീൻ കേടായി, അതുകൊണ്ട് നമുക്ക് ഇത്ര വേസ്റ്റ് ആയി. സോ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. Friends, this is going to be the world. Not ticking, not filing. It is not going to be. ഇപ്പൊ നമ്മൾ പറയുന്നു, ഇപ്പൊ ഫ്രഷ് ആയിട്ട് പാസ്സാവുന്ന ആൾക്കാർക്ക് കുറെ കൺസൾട്ടിങ് ലൈക്ക് BPOs, വിപ്രോസ് ഒക്കെ എടുക്കുന്നു. അവരെന്താ ചെയ്യുന്നത്? ജനറൽ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവർ വിചാരിക്കുകയാണ് ഇന്ത്യയിൽ കൊണ്ടുപോയി പ്രോസസ്സിംഗ് നടത്താം. സായിപ്പിന് അവിടെ ഒരു മാസം 5 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു ക്വാളിഫൈഡ് ആൾക്ക് 80,000 70,000 രൂപ കൊടുത്താൽ മതി. That is cost management. A chartered accountant or a cost accountant or a company secretary will be paid 80,000 and he is happy, or 70,000 is happy, or 60,000 is happy. First month pay. സായിപ്പിന് കൊടുക്കണേ 4 ലക്ഷം കൊടുക്കണം. അപ്പൊ അവർ പ്രോസസ് മുഴുവൻ ഇന്ത്യയിലോട്ട് കൊണ്ടുവരും. That is exactly what is happening now. Cost management. ഇതൊരു കമ്പ്യൂട്ടർ ഇട്ടാ വരുന്നതല്ല. Yes, there is an onslaught of technology. There is an onslaught and technology എല്ലായിടത്തും കയറി. For example, when I was doing my chartered accountancy, ഞങ്ങൾ എപ്പോഴും എന്തായിരുന്നു, അന്ന് വൗച്ചിങ് ആണ്. ബില്ല് വൗച്ച് ചെയ്യും, റേറ്റ് കറക്റ്റ് ആണോ നോക്കും, പാർട്ടി കറക്റ്റ് ആണോ നോക്കും. ഇന്ന് അങ്ങനെ ഇല്ല. ഇന്ന് സോഫ്റ്റ്വെയർ വന്നിട്ട് എടുക്കുകയാണ്. സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾ റേറ്റ്സ് ഫിക്സ് ചെയ്യും. അതിനകത്ത് കസ്റ്റമറിന്റെ അല്ലെ സപ്ലയറിന്റെ കോഡ് ഇട്ട് കഴിഞ്ഞാൽ യു cannot go wrong. What did we see in our Lulu Mall or any other hypermarket or any supermarket? The moment you do a barcode checking അടിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? സ്റ്റോക്ക് വിൽ കം ഡൗൺ, യുവർ ക്യാഷ് വിൽ ഗോ അപ്പ്. അക്കൗണ്ടിങ് നടന്നു കഴിഞ്ഞു. ഇപ്പൊ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? When I was doing my chartered accounting, 10 lakhs rupees ആയിരുന്നു അന്നത്തെ ഓഡിറ്റ്. ഇപ്പൊ 1 കോടി. Government says, okay, there is a system in place. If at all we want up to 1 crore, we are happy. Beyond 1 crore, we'll do an audit. So significance of audit is also on the small, downturn. All right. With this, I'll just move on to the next slide. So എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് presentation of accounting information in such a way so as to assist management in creation of policy and day-to-day operation. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കൂടുതലായിട്ടും. എല്ലാം എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫൈനാൻഷ്യൽ ടേംസ്. അസറ്റ്സിന്റെ വാല്യൂ, ലയബിലിറ്റിയുടെ വാല്യൂ, പ്രോഫിറ്റിന്റെ വാല്യൂ, എല്ലാം ഫൈനാൻഷ്യൽ ടേംസിലാണ്. ഈവൻ യുവർ ഫീസ് ഈസ് ഇൻ ഫൈനാൻഷ്യൽ ടേം. നിങ്ങൾക്ക് പറയോ ഓക്കെ CMA പഠിക്കാൻ 50 മാങ്ങ, അങ്ങനെ അല്ലല്ലോ പറയണേ, കാശായിട്ടേ പറയുള്ളൂ. സോ എല്ലാം എൻഡ് ഓഫ് ദ ഡേ എവറിഥിങ് ഈസ് ഇൻ financial terms. So therefore, a management accounting talks about, assisting the management to create policy. എന്തായിരിക്കണം എൻ്റെ strategy? There are two things, friends. Strategy is long term. Whereas tactics is short term. You have decided to have wrong big loads. ആ റോഡ്സിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇൻഡസ്ട്രി ഏരിയാസ് വരുന്നു, അല്ലെ റെസിഡൻഷ്യൽ ഏരിയാസ് വരുന്നു. That's a strategy. Moving from a bookkeeping thing, a manual thing to automated thing, it's a strategy. All right. Now there is an organization called CIMA, Chartered Institute of Management Accountants UK. അവരെന്താ പറഞ്ഞാൽ നോക്കൂ, ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് ഒന്നുമില്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്. പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഐഡന്റിഫൈ ചെയ്തു, മെഷർ, അതിനെ മെഷർ ചെയ്തു, അക്യുമുലേറ്റ്, എല്ലാത്തിനെയും കൂട്ടി, അനലൈസ് ചെയ്തു, എന്നിട്ട് പ്രിപ്പയർ ചെയ്തു, ദെൻ ഇന്റർപ്രറ്റ് ചെയ്തു. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാധനം കിട്ടി, റിപ്പോർട്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇൻഫർമേഷൻ യൂസ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഫോർ വാട്ട്? ടു പ്ലാൻ. എന്തിനാ ഈ ഡീറ്റെയിൽസ് കിട്ടിയത്? ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് എന്തിനാണ്? ഫോർ പ്ലാനിങ്, ഇവാലുവേറ്റിംഗ്, കൺട്രോൾ വിത്തിൻ ആൻ എൻറ്റിറ്റി ടു അഷ്യൂർ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഓഫ് റിസോഴ്സസ്. എൻ്റെ റിസോഴ്സസ് ഞാൻ കൺട്രോൾ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയുണ്ട്, ഒരു കസേരയുണ്ട്, മേശയുണ്ട്, പുസ്തകമുണ്ട്, ലൈറ്റ് ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. These are all your resources. If you have a connectivity and if you are not visiting websites of CMA or Cost Accounting Institute, company secretaries, you are doing a biggest mistake. Information is at abundance.
ഞാൻ ഇത് മാത്രമേ പഠിക്കുള്ളൂ. നോ, എവറിത്തിങ് ഈസ് ഇൻ abundance. നിങ്ങൾ നിങ്ങളുടെ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വിൽ ഡ്രൈവ് ദ വേൾഡ്. സോ ചിലർ സാർ എന്ത് ഫൈനാൻസ്, എന്താ അക്കൗണ്ടിങ്, എന്താ, എല്ലാവർക്കും കൺഫ്യൂഷൻ. ചാർട്ടേഡ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദിസ് ഈസ് ദി ഹൈറാർക്കി. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഫണ്ടമെന്റൽ. ബുക്ക് കീപ്പിംഗ്, എൻട്രി, ജേർണലൈസേഷൻ, ലെഡ്ജർ, ബാലൻസ് ഷീറ്റ്, P&L, ഷെഡ്യൂൾസ് ആണ് ബേസിക് സാധനം. അതിൽ നിന്ന് എന്തൊക്കെയാണ് കോസ്റ്റ് വരുന്നത്, ഒരു സാധനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാൻ എന്താണ്, ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. യു ആർ അക്കൗണ്ടിങ് ഫോർ ദ കോസ്റ്റ്. ഇതിനെ വെച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് അറ്റ് ദ ഹെൽം and CMA positions their management accounting. So CMA should have a deep depth understanding of financial accounting, a depth understanding of cost accounting, so that he can take management with, can help the management to take decisions. Appo financial accounting മാത്രമല്ല ഫ്രണ്ട്സ്, നോക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്. Also financial reports to non-management groups such as shareholders, creditors, regulatory agencies and tax authorities. അപ്പോൾ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഫിനാൻസും നോൺ ഫിനാൻസും കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിരിക്കണം. അത് അല്ലാത്തവർക്കും ഇൻഫർമേഷൻ, ഇയാളുടെ ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുണ്ടാകണം. And that is management accounting. Believe me, mark my words, this is going to rule the world. Who does it? All the three institute does. All the syllabus is almost more or less the same. So what are the techniques? ഈ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? Using scientific management accounting techniques. What are the scientific management accounting techniques? Marginal costing, standard costing, budgetary control. ഇതൊക്കെ നിങ്ങൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ ഇത് പഠിക്കും. പക്ഷേ ഫോർ ദോസ് പീപ്പിൾ who are attending, who is doing 10th അല്ലെങ്കിൽ 11th അല്ലെങ്കിൽ 12th ഒക്കെ ഫ്രണ്ട്സ്, ദീസ് ആർ ഓൾ ടെക്നിക്സ്. ഇതൊന്നും വലിയ അമാനുഷ പ്രശ്നങ്ങളൊന്നുമല്ല. യു വിൽ ബി ഹാൻഡ് ഹോൾഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ whichever institutions you are studying. ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ കയറിയിട്ട് ഓക്കെ ഇന്ന് മഴ പെയ്യുന്നു, ഇന്നാ പിന്നെ നമുക്ക് ഇന്ന് അത് ചെയ്യാം, ഇത് അങ്ങനെയല്ല. So these are the techniques. Marginal costing, those who are BCom or CMA US already attending, I'm sure they would have gone through this. Break-even analysis, cost volume profit analysis, ratio analysis. എല്ലാം കൂടെ നമുക്ക് നോക്കാൻ പറ്റില്ല. You apply certain ratios and understand the relationship and find out, okay, company is doing good or bad. അങ്ങനെ interfirm comparison, TCSനെയും കമ്പനി ഇൻഫോസിസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സെയിം ഇൻഡസ്ട്രി, 2 companies, like that. യൂണിഫോം കോസ്റ്റിംഗ്, ഫോർ എക്സാമ്പിൾ സെയിം കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാണ്, അതിന്റെ കോസ്റ്റിംഗ് എങ്ങനെയാണ്. ഇന്റേണൽ ഓഡിറ്റ്, relevant costing, that cost which is relevant for decision making. Activity based costing, റോബർട്ട് കപ്ലാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു അധികാരനാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു വെർഷൻ ആണ് ടൈം ഡ്രിവൺ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. കോസ്റ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ആൻ ആക്ടിവിറ്റി വേർ എ കോസ്റ്റ് ഡ്രൈവർ ഇസ് ദർ. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ഒറ്റ വാക്കി പറഞ്ഞു. ബെഞ്ച് മാർക്കിംഗ് നമ്മൾ പറഞ്ഞു. ബാലൻസ് സ്കോർ കാർഡ്, you have a scorecard with how much you have contributed, how much of value added to these stakeholders. Business analytics, these are the techniques used by a management accountant to help the management to take decisions. Postmortem alla, estimation aanu. Estimation idine vechittu nokku, this is going to be the estimate, this is going to be, if you do this business, this is going to be the action, these are the related risks, so we should cover that risk. idana management accounting. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊഫഷൻസ് എന്തൊക്കെയാണ് ചെയ്യാവുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ 4 CA ഇൻസ്റ്റിറ്റ്യൂട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് MBA ഫിനാൻസ്. Believe me friends, when I use the word MBA, I'm not talking about Hiralal Maganlal Institute, no, I'm talking about IIMs, ISB, XLRI, Narsee Monjee Institute of Management. അല്ലാതെ ചെറുകിട ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ വേ ഓഫ് റെൻഡറിങ് എഡ്യൂക്കേഷൻ ഇൻ MBA കോളേജസ് എല്ലാം നല്ലതാവണമെന്നില്ല. മോശം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാം നല്ലതാവുന്നില്ല. ബിക്കോസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ വേർ വി ഹാഡ് MBAs from normal college and IIMs. Far superior. When you are comparing with these 3 institutes, CA, CMA and company secretaries, I would definitely like to benchmark IIMs. കാരണം ഈ 3 എണ്ണം എന്ന് പറയുന്നത് ഒരു established by an act of parliament. 1949 CA ഇൻസ്റ്റിറ്റ്യൂട്ട്, 1959 കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്.
Company secretary is sometime during 1980. ഈ 1959 വന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല. When income tax was enacted in 1961, our institute was only 2 years. അതുകൊണ്ട് we didn't get representation. But later on, all those government actions, Cost Accounting Institute got a benefit. Is chartered accountant superior than chartered cost accountancy? I will never say. Is chartered accountant a fabulous profession? Yes, indeed is a fabulous profession. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും, സാർ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണോ കോസ്റ്റ് അക്കൗണ്ടൻസി ആണോ കമ്പനി സെക്രട്ടറീസ് ആണോ നല്ലത്? ഓൾ ആർ ഗുഡ്. നിങ്ങൾ എല്ലാത്തിൻ്റെയും നല്ലത് മനസ്സിലാക്കുക. All the syllabus are equally or more or less similar. Chartered accountancy focuses on law, compliance, accounting, taxation. Whereas cost accountancy focuses about management, strategy, performance management. Of course, we have to understand law also. Because you are helping the management to take decisions. But law അറിയാതെ decide ചെയ്യാൻ പറ്റില്ല. So he is a management guy. Company secretaries is essentially a person who helps the board with the corporate, ഒരു കോൺഷ്യൻസ് കീപ്പർ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അതായത് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നയിക്കുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആണ്. കുറേ ആക്ട്സ് ഉണ്ട് ഒരു കമ്പനി എൻസർക്കിൾ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കമ്പനി secretary is duty bound to take the company in the right direction. Extremely important job. Coming back to CMA India, it is a 62-year-old senior citizen, 1959 to 2021. ഇത് എന്തിനാ വെച്ചിരിക്കുന്നത്? So mission of the company, mission of the institute is professional, CMA professional would ethically, ചുമ്മാ അല്ല കള്ളത്തരല്ലേ, ethically drive enterprises globally. Friends, എന്താ ഇത് ഗ്ലോബലി എന്ന് എഴുതാനൊക്കെ റീസൺ ഉണ്ട്. Because management accounting is not restricted to Kerala or India alone. Management accounting is about helping the management to take decisions. Therefore, he has to be a global player. The techniques used are management accounting techniques, which is recognized worldwide. So he's a global guy. Chartered accountancy ചെയ്യാൻ പറ്റുമോ? Yes, കാരണം ഈ സബ്ജക്റ്റ് തന്നെയാണ് ഉള്ളത്. പക്ഷേ when it comes to focus area, ടാക്സും കമ്പനീസ് ആക്ടും ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തെങ്കിൽ probably you will get posted only or you get more benefit in India. But I have seen thousands and thousands of chartered accountants who are spread across the world. CMA professionals also across the world. Company secretaries also across the world. Consultancyയിലും ലീഗാലിറ്റീസും ഫണ്ടിങ്ങിലത്തൊക്കെ ഈ പറയുന്ന 3 പ്രൊഫഷൻസും നന്നായിട്ട് വരുന്നുണ്ട്. CMA professional would ethically drive enterprises globally. How? By creating value to stakeholders in socio-economic context. Through how? Competencies drawn. എൻ്റെ കഴിവുകൾ എവിടെന്ന്? Integration of strategy, management and accounting. So accounting is a base. അതിനെ ബേസ് ചെയ്ത് ഞാൻ സ്ട്രാറ്റജി ഉണ്ടാക്കും, അതിനെ മാനേജ് ചെയ്യും. So he's a global guy, integrates strategy, management and accounting, and he does it in the most ethical way. So what is the vision of Cost Accounting Institute of India? Preferred source of resources and professionals for the financial leadership of the enterprises globally. ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കും, പക്ഷേ എന്നെ നിങ്ങൾ കാണേണ്ടത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ലീഡർഷിപ്പിൻ്റെ ഒരാളായിട്ടാണ്. ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഉള്ളത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോകത്ത് രണ്ടാമത്തെ. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് 75,000 പ്ലസ്. സോ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിയുടെ ഏരിയ? ഈസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കും അവരുടെ പ്രൊഫഷൻ ഫോക്കസ് ഇൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതായത് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് അടച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇത് അടച്ചു എന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതല്ല, യു ഹാവ് ദീസ് ഇഷ്യൂസ് ആർ ദേ, ലെറ്റ് us യു ടേക്ക് ദിസ് റൂട്ട്. ഡിസിഷൻ എടുക്കാൻ വേണ്ടി സപ്പോർട്ട്, യു ടേക്ക് ദാറ്റ്. Company, you have a problem in getting sales, or you have a problem in higher cost. Management accountant steps in. He will understand where the wastage happens. Efficiency കൂട്ടാൻ ശ്രമിക്കും. That is a management accountant. That is the reason why people like management accounting more. Management consultingലും കോസ്റ്റിംഗും പ്രൈസിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു. സാനിറ്റൈസറിന്റെ കാര്യം പറഞ്ഞു, അതിന് എത്ര പ്രൈസ് ഇടണം, അതിന് എത്ര കോസ്റ്റ് ആവും. ഫ്രണ്ട്സ്, give me 1 minute time. I'll show you something else. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ PDF ഫയൽ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. I would want each one of you to see this.
ഫ്രണ്ട്സ്, ഇതാണ് ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. സയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോസ്റ്റ് ഷീറ്റ് ആണ്. എത്ര മെറ്റീരിയൽസ്, ഇപ്പൊ ഒരു ലെറ്റസ് ലുക്ക് അറ്റ് ദിസ് സാനിറ്റൈസർ. സാനിറ്റൈസറിന് എന്തൊക്കെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു, സെൽഫായിട്ട് മാനുഫാക്ചർ ചെയ്തു, പ്രോസസ് മെറ്റീരിയൽ എത്ര ഉപയോഗിച്ചു, യൂട്ടിലിറ്റീസ്, അതായത് ബാക്കിയുള്ള സൈഡായിട്ട് വേണ്ട യൂട്ടിലിറ്റീസ് ലൈക്ക് യുനോ വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, direct employee cost, direct expenses, consumable, repairs and maintenance, quality control, research and development, ഇതെല്ലാം എക്സ്പെൻസ് കൂടിയിട്ട് 1 to 12, ഈ 1 to 12 കൂട്ടിയിട്ട് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടോ. ഈ ഓരോന്നിന്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? ഇവിടെ മുകളിൽ നോക്കൂ, യൂണിറ്റ്സ്, ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. റേറ്റ് പെർ. അപ്പൊ ഈ ഓരോന്നിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മുകളിലോട്ട് പോവാണ്. അപ്പോ അത് കഴിഞ്ഞ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എത്തുന്ന എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ഫിനിഷ് ഗുഡ്സിനെ കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന. ലീവ് ഇറ്റ് ദാറ്റ്. അടുത്ത 26 എന്താ പറയുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓരോ പ്രോഡക്റ്റിന്റെ നിങ്ങൾ അറിയാണ്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ മാർജിൻ. സി ഫ്രണ്ട്സ്, ഇതാണ് ഡിഫറൻസ്. എനിക്ക് ഫൈനാൻഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റിൽ നിന്നും പി ആൻഡിലും കൊണ്ട് ഞാൻ എൻ്റെ കച്ചവടം പ്രോഫിറ്റബിൾ ആക്കണമെന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പ്രോഡക്റ്റ് വൈസ് ഞാൻ 50 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റ് വൈസ് ഞാൻ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കുന്നു. അതിനെ എൻ്റെ കമ്പനി വൈസ് പ്രോഡക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്താലേ ഞാൻ എഫിഷ്യന്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് വെടിവെക്കുന്ന പോലെയാണ്. ഫോർ സം റീസൺ യു മേക്ക് പ്രോഫിറ്റ്, യു സെൽ യുവർ ഫിക്സ്ഡ് അസറ്റ്, യു ഗെറ്റ് പ്രോഫിറ്റ്. അത് നിങ്ങളുടെ ഓപ്പറേഷൻസ്. നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഫിക്സ്ഡ് അസറ്റ് വിൽക്കാനല്ല. നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് നിങ്ങളുടെ സർവീസ് റെന്റ് ചെയ്യാനോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാനോ ആണ്. അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ യു വിൽ നോട്ട് ഹാവ് കൺട്രോൾ. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് കൺട്രോൾ. ഈ കൺട്രോളിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ഗോ ഡീപ്പ് ഇൻ ടു ദ റിയൽ ഇഷ്യൂ. ദാറ്റ് ഈസ് ദ റീസൺ വൈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഇസ് ഓൾവേസ് പ്രിഫർഡ്. Can you see this? Back to PowerPoint presentation. Can you see this? Yes, sir. All right. Okay. അപ്പോൾ നെക്സ്റ്റ് കംസ് ഇത് എങ്ങനെയാ പാസ്സാവുന്നത്? ഫ്രണ്ട്സ്, 2 റൂട്ട്. ഒന്നുമില്ലേ +2 കഴിഞ്ഞിട്ട് CAT എന്ന് പറയുന്നത് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻസ്, അത് പാസ്സായിട്ട് ഫൗണ്ടേഷൻ. അപ്പോൾ +2 കഴിഞ്ഞ് അല്ലെ CAT കഴിഞ്ഞ്, സോറി ഇവിടെയാണ് ആക്ച്വലി വരേണ്ടത്, ഫൗണ്ടേഷൻ ഓർ CAT കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ഫൈനൽ. ഇതിന്റെ പേപ്പേഴ്സ് ഏതൊക്കെയാണ് ഞാൻ പറയാം. ഫ്രണ്ട്സ്, ഇതിന്റെ ഇടയിൽ ഈ ഇന്റർമീഡിയറ്റിൽ ഒരു രസകരമായ സംഭവമുണ്ട്. യു ആർ സപ്പോസ് ടു അണ്ടർഗോ സംതിങ് വിച്ച് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗീവ്സ് ഇസ് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്ന SAP ആണ്. വലിയ മേജർ ഇൻഡസ്ട്രീസ്, ഓയിൽ, വട്ടെവർ ഇറ്റ് ഈസ്, മാനുഫാക്ചറിംഗിലും സർവീസിലും മേജർ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വരും. പ്ലസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സെമിനാർ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പ്ലസ് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. നോക്കൂ, ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് എത്തുമ്പോഴത്തേക്കും യു വിൽ ബി എക്സ്പോസ് ടു ദാറ്റ്. അപ്പാർട്ട് ഫ്രം യുവർ എഡ്യൂക്കേഷണൽ അക്കാഡമിക് തിങ്, യു ഹാവ് ടു ഡു ദിസ് ഓൾസോ. ഫൈനൽ എത്തുമ്പോഴത്തേക്കും 15 months 15 മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യു ബിക്കം കോസ്റ്റ് അക്കൗണ്ടന്റ്, പാസ്സാവാം. ഓക്കെ, ഇനി അതല്ല, +2 അല്ല, ഫൗണ്ടേഷൻ വഴിയാ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും പോവാം. Again, same intermediate and final. അപ്പോൾ എന്ത് ജോലിയാ കിട്ടുക? CFO, Director Finance, Financial Director with IPO, Head of Finance, Business Analysis, Internal Audit, Financial Management, anything related to finance. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ടു സീനിയർ ആയിരിക്കും എപ്പോഴും കയറുക, നമ്മൾ ലോവർ ലെവലല്ല. കാരണം CA, CMA, CS എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിതൗട്ട് സൂപ്പർവിഷൻ, അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ, CA ആണെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ടാവും, കമ്പനി സെക്രട്ടറീസ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം, CMA ആണെങ്കിൽ ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, ദെയർഫോർ നിങ്ങൾക്ക് മിഡിൽ ടു സീനിയർ ലെവലിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരുന്ന ഒരു
ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ, ഇന്ത്യൻ കമ്പനീസ്, പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള CFO അങ്ങനത്തെയൊക്കെ ജോലിക്ക് വരുമ്പോൾ ഈ 3 പ്രൊഫഷൻസിനെ CA, CMA or MBA ഫിനാൻസ് എന്നാണ് സാധാരണ ഞാൻ പത്രത്തിലൊക്കെ കണ്ടിരിക്കുന്നത്. Alright? So what is better എന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാൻ എൻ്റെ ആൻസർ എപ്പോഴും ഇതാ പറയുക. അറ്റസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് CMAക്കും CAക്കും CS-നും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് പാർലമെന്റ് പ്രകാരം വന്നിരിക്കുകയാണ്. സോ നാച്ചുറലി ഇറ്റ് ഈസ് ബി മച്ച് ഒരു അറ്റസ്റ്റ് ഫംഗ്ഷൻ ഒപ്പിടി. ഏത് IIM നിന്ന് പാസ്സായ പോലും അറ്റസ്റ്റ് ഫംഗ്ഷൻ ഉണ്ടാവില്ല. സുപ്പീരിയർ ക്വാളിറ്റി. വൈ? സിലബസ് ഈസ് ചേഞ്ച്ഡ് വെരി ഓഫൺ. ലേറ്റസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ GSTയുടെ ഒക്കെ ലേറ്റസ്റ്റ് ആവുന്നത്, ഇൻസോൾവൻസി, ബാങ്ക്രപ്സി കോഡ്, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് വരുമ്പോൾ അതൊക്കെ അപ്ഡേറ്റഡ് ആക്കും. ഇപ്പം ഈവൻ ബ്ലോക്ക് ചെയിൻ വരെ പഠിപ്പിക്കുന്നുണ്ട്. ഫ്യൂ ഇൻ നമ്പർ. Chartered accountants talk about 3 lakhs. We are talking about 75 to 80,000. Strict regime. Wide option. സർവീസും ചെയ്യാം, സ്വന്തമായിട്ട് ബിസിനസ്. സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. അതല്ലെങ്കിൽ പ്രൊഫഷൻ ഒപ്പിടാം. ഇനി അതൊന്നും അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യാം. സോ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ നീറ്റായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓൾറൈറ്റ്? കോസ്റ്റ് സ്ട്രക്ചർ ടു റെക്ടിഫൈ ഡിഫെക്ട്സ്. വി വർ ഹാവിംഗ് ഡിഫെക്ട്സ്. ഇതൊക്കെ നമ്മൾ സ്ട്രക്ചർ ചെയ്തു. മോറോവർ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് MOU ഉണ്ട്. അത് എന്തുകൊണ്ടാണ് MOU കിട്ടുന്നത്? പ്രസിഡന്റിന്റെ ഇതുകൊണ്ടാണോ? അല്ല, സ്ട്രെങ്ത് ഓഫ് ദ സിലബസ്. സ്ട്രെങ്ത് ഓഫ് ദ സിലബസ്. സിലബസ് സൂപ്പർ ആയതുകൊണ്ട് MOUs ഒക്കെ വരും. നൗ MBAക്കുള്ള ഗുണം എന്താണ്? ദേ ഹാവ് ആൻ എഡ്ജ് ഇൻ പ്രസന്റേഷൻ. കാരണം day 1 മുതൽ ദേ സ്റ്റാർട്ട് പ്രസന്റേഷൻ. ആക്ച്വലി ഗുഡ്. I've always seen when I was in the, we are in the boards of few companies. അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിലൊക്കെ നമ്മൾ കാണുന്ന ദേ ഹാവ് എ വെരി ഗുഡ് ആർട്ടിക്കുലേഷൻ ബിക്കോസ് day 1 മുതൽ അവർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞോട്ടെ. CA, CMA, CS ഒക്കെ പഠിച്ചു സാർ, അത് മാത്രം മതിയോ? പോരാ. Your job is not fully complete. Your job is fully complete only when you have good communication skill, writing and speaking. അത് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങണം. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു റിലീജിയൻ പോലെ കാണണം. എന്നും രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 35 to 45 മിനിറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം, അതിന്റെ ബിസിനസ് കോളം വായിക്കണം, നിങ്ങൾ എഴുതി പഠിക്കണം. ഇഫ് യു ഡോണ്ട് റീഡ് യു കൻ നോട്ട് റൈറ്റ് എന്ന് പറയും. നിങ്ങൾ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. എഴുതൽ അത്യാവശ്യമാണ്. എഴുതാൻ ക്യാൻ ബി ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലിറ്ററൽ എഴുത്ത്, കമ്പ്യൂട്ടർ ഓൾസോ. പക്ഷേ എഴുതി പഠിച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവും. ഓൾറൈറ്റ്, സോ വാട്ട് ഈസ് മൈ ചോയ്സ്? എന്നോട് ചോദിക്കുവാണെങ്കിൽ, ഇഫ് ദ ചോയ്സ് നിങ്ങൾ പറയാൻ സാർ എനിക്ക് MBA വേണമെന്നുള്ളതാണെങ്കിൽ ട്രൈ ഫോർ IIMs ഓറൽ CMA. കാരണം മാനേജ്മെന്റ് ആണ്. ഓൾറൈറ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഇത് ഇൻട്രസ്റ്റ് ഇസ് കംപ്ലയൻസ്, ടാക്സേഷൻ, അക്കൗണ്ടിങ്, ബാലൻസ് ഷീറ്റ് ഒപ്പിടില്ല, പോസ്റ്റ്മോർട്ടം ആണ്. ടിപ്പിക്കലി ഇറ്റ് ഇസ് എ പോസ്റ്റ്മോർട്ടം. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം, പ്ലീസ് ഗോ ആൻഡ് ജോയിൻ CA. CAയിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ യു ക്യാൻ ഈവൻ ഷിഫ്റ്റ് ഫ്രം ദാറ്റ്, നോ പ്രോബ്ലം. ഇഫ് യുവർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ കംപ്ലയൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഒരു കോർപ്പറേറ്റ് രീതിയിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട്, FEMA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്ലീസ് ജോയിൻ CS. ആൻഡ് ഇഫ് യുവർ ഇൻട്രസ്റ്റ് ഈസ് ലൈക്ക് പ്രൊആക്റ്റീവ്നെസ്, മുന്നോട്ട് കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേഷൻ, സ്ട്രാറ്റജീസ്, ഡിസിഷൻ മേക്കിംഗ്, സാധനം വേണോ വേണ്ടയോ, നിർത്തണോ വേണ്ട, അങ്ങനത്തെയൊക്കെ ആണ് എനിക്ക് ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗോ ആഹെഡ് ആൻഡ് ജോയിൻ CMA. This is about our institute. പെട്ടെന്ന് തീർക്കാം. I'm given another 10 minutes more, 10 or 12 minutes more. Act of Parliament. അതുകൊണ്ട് തന്നെ it is a leading national professional institute, second largest in the world, recognized by government as premier scientific research organization. എല്ലാ കമ്പനിക്കും കിട്ടത്തില്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇത് കിട്ടത്തില്ല. It is only because of the government, the strength of the syllabus and the ബോഡിയിൽ ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ it is such a perfectly done body. 1959 ആക്ട് ആയിട്ട് വന്നതാണ്. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവും എയിംസും പറഞ്ഞു. I'm not dwelling too much into that, but I would like to take the second. സത്യം പറയുന്ന എന്റെ Competition demanding total cost management. Friends, Pandi, cost management എന്ന് പറയുമ്പോൾ don't think that only a single thing, അല്ലെ ഫിനാൻസ്, അല്ലെ പർച്ചേസ്, അങ്ങനെയല്ല. We are talking about total cost management, all the verticals, all the functions. Everyone will be cost conscious. Decisions will be purely the decision rationality, especially in the case of in this new normal. Rationality of the questions, rationality of the decisions will be questioned. എന്തിനാണ് അത് എടുത്തത്, എന്തുകൊണ്ട് ഇതെടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത്, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് മാനേജ്മെന്റ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട്.
കോസ്റ്റ് കൂടെ മാത്രമേ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മി പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഐ എം ഹാവിങ് എ മൊബൈൽ. ആ മൊബൈലിന് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുമോ? You will not, unless you create that value. You cannot simply add your selling price to make profit. No, that is gone. ഇപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് only with efficiency you can grow. എഫിഷ്യൻസി വരുമ്പോൾ കോസ്റ്റ് കുറയ്ക്കണം, കുറയ്ക്കണം എന്നല്ല, ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിയാൽ നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടും. അതെങ്ങനെ കൂടും? മാർക്കറ്റിൽ ആ കമ്പനിയുടെ ഷെയർസിന്റെ പ്രൈസ് കൂടും. ഓക്കെ, ബുക്ക് വാല്യൂ കൂടുമ്പോൾ, പ്രോഫിറ്റ് കൂടുമ്പോൾ, നന്നായിട്ട് എഫിഷ്യൻസി വരുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിയാൽ ഏർണിംഗ് പെർ ഷെയർ കൂടും. ഓരോ ഷെയർ ഹോൾഡറിനുള്ള ഏർണിങ്സ് കൂടും. ആ ഏർണിങ്സ് കൂടുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും. മാർക്കറ്റിൽ എൻ്റെ മാർക്കറ്റ് പ്രൈസ് വിൽ ഗ്രോ അപ്പ്. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടും. ഇതാണ് എൻ്റെ കോമൺ സിമ്പിൾ ടെക്നിക്ക്. I'm not overemphasizing this. This is an institute established by an act of parliament. അതുകൊണ്ട് തന്നെ ഒരു ആക്ട് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, എത്തിക്കൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തോന്നിവാസം പറ്റില്ല. Any difference? Yes. Broad business competency, finance മാത്രമല്ല, എല്ലാം ഉണ്ട്. And he has to demonstrate comprehensive knowledge. I'll tell you when we get into the subjects. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, they have got enough opportunities. As I told you, there are a lot of opportunities for the areas where CMAs can take up job. It can be project financing, finance head, in ERP-യുടെ ഫങ്ഷണൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്ന് മനസ്സിലാക്കാനും അത് നേരെ കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിയുന്ന ആളാണ് കോസ്റ്റ്. ബിക്കോസ് ഐ വാസ് ഇൻ ദ ടീം ലീഡർ, വൺ ഓഫ് ദ ടീം, ഫിനാൻസ് ടീമിന്റെ ഇംപ്ലിമെന്റേഷൻ ടീമിൽ ഫിനാൻസ് ടീമിനെ ലീഡ് ചെയ്ത മനുഷ്യനായിരുന്നു ഞാനൊരു കമ്പനിയിൽ. Therefore, I know the contribution which I have made, because I know as a cost accountant, I know finance, balance sheet, P&L അത് എങ്ങനെ വരണം എന്നറിയാം, ഇതിന്റെ റൂട്ടിങ് എങ്ങനെയാണെന്ന് അറിയാം. സോ ഇതാണ് ആൾക്കാർ നോക്കുന്നത്. ടാക്സേഷൻ, ഇൻഷുറൻസ്, സർവേയർ, ഒത്തിരി പ്രിഫറൻസും ഒത്തിരി വെറൈറ്റി ജോബൊക്കെ കിട്ടാം. So how does this function? We have 4 regional councils. Central council മോളിൽ കൽക്കട്ടയിൽ, regional councils ഉണ്ട് 4 എണ്ണം. അതിനകത്ത് ഒരു regional council ഞാൻ മെമ്പറാണ്. 110 overseas ഉണ്ട്, 106 chapters, 75,000 members. It's growing up and about 5 lakh students. Very, 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 niche area. കുറച്ച് പേരേ ഉള്ളൂ ലോകത്ത്. So foundation, intermediate and final. So foundation, friends, fundamentals of economics and management, fundamentals of accounting, fundamentals of law and ethics, fundamentals of business mathematics and statistics. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഫൗണ്ടേഷൻ ഗ്ലോറിയസ് റിസൾട്ട്സ് വരുന്നത്? റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നിങ്ങൾ +1 ഉം +2 ഉം BCom ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. That which you have learned 5 times or 10 times, you will never make mistakes. അതുകൊണ്ട് തന്നെ ഹയർ ഇതാണ്. ഇടയ്ക്ക് വെച്ച് പരീക്ഷ നിർത്തി പോവാതിരുന്നാൽ മതി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് and descriptive also. Intermediate, financial accounting, law and ethics, direct taxation, cost accounting. നമ്മൾ എന്താണെന്ന് മനസ്സിലായി. അക്കൗണ്ടിങ്സ് ഉണ്ട്, ലോ ഉണ്ട്, ടാക്സേഷൻ, ഇൻകം ടാക്സ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്. സിമ്പിൾ. ഈ 9ാമത്തെ പേപ്പർ നോക്കൂ. ഈ 9ാമത്തെ പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഫ്രണ്ട്സ്, ഇതൊരു എഞ്ചിനീയറിംഗ് പേപ്പറാണ്. ഞാൻ പറഞ്ഞു, വി ആർ ടോക്കിംഗ് അബൌട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം, ഹൗ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട് സിസ്റ്റം. Therefore, എനിക്ക് നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ട് ആവണമെന്നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിനക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ഗ്രൈൻഡിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസിനെ കുറിച്ച് അറിയണം. സോ ദാറ്റ് യു ആർ ഗോയിങ് ടു ബി വർക്കിംഗ് അലോങ് വിത്ത് ആൻ എഞ്ചിനീയർ ടു പ്രൈസ്, ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ്. എന്താണ് ഇപ്പൊ പറയാണ് സാനിറ്റൈസർ എന്ന് പറഞ്ഞാൽ ശരി, സാനിറ്റൈസർ സംഭവിച്ചു, പക്ഷെ എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കണം. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണ്. ആ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് മനസ്സിലാക്കി അതനുസരിച്ച് വേണം കോസ്റ്റ് അറൈവ് ചെയ്യാൻ, അതനുസരിച്ച് വേണം മാനേജ്മെന്റിനെ ഡിസൈഡ് ചെയ്യാൻ, അതനുസരിച്ചിട്ട് വേണം ബജറ്റ്സ് ഉണ്ടാക്കാൻ, അതനുസരിച്ച് വേണം എസ്റ്റിമേഷൻ നടത്താൻ. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. ലുക്ക് അറ്റ് ദ ഗ്ലോറി, ലുക്ക് അറ്റ് ദ ഫാബുലസ് തിങ് അബൌട്ട് ദ സിലബസ്, ദ ബ്യൂട്ടി ഓഫ് ദ സിലബസ്. ഇതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾവേസ് 1 notch ബെറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ. നേരത്തെ നമ്മൾ ഡയറക്റ്റ് ടാക്സേഷൻ പറഞ്ഞു, ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആയി. ആൻഡ് കമ്പനീസ് അക്കൗണ്ട്. Look at this, friends. This is something which don't get perplexed, but this is the difference. This is the game changer.
This is a game changer. This is going to help you in post-COVID scenario. Corporate law എല്ലാം അറിയും, ഫൈനാൻഷ്യൽ എങ്ങനെ ഫണ്ട്സ് മാനേജ് ചെയ്യണം, എവിടെ നിന്ന് കാശ് മേടിക്കണം, എങ്ങനെ അത് ഡിപ്ലോയ് ചെയ്യണം, സോ ദാറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഈസ് ഇൻക്രീസ്ഡ്. എന്ന് പറഞ്ഞാൽ കള്ളപ്പലിശ നടത്താൻ പറ്റില്ല. അപ്പോൾ ഫ്രം വേർ യു ആർ ഗോയിങ് ടു ഗെറ്റ് മണി, ഹൗ ആർ യു ഗോയിങ് ടു പുട്ട് ദാറ്റ് ഇൻ ടു ദ റിയൽ അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ഹൗ യു ആർ ഗോയിങ് ടു പ്ലോ ബാക്ക്, ഹൗ ആർ യു ഗോയിങ് ടു ഗീവ് ഇറ്റ് ബാക്ക് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ബ്യൂട്ടിയാണിത്. അത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിന് തൊട്ടടുത്ത് വരുന്നത് എന്താ? കോസ്റ്റ് മാനേജ്മെന്റ്. എങ്ങനെയാണ് നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക? ഞാൻ നേരത്തെ നിങ്ങളെ കോസ്റ്റ് ഷീറ്റ് കാണിച്ചു. ആ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റ്, റിസർച്ച്, പ്ലാന്റ്, യൂട്ടിലിറ്റി, എല്ലാം ഓരോ എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെയാണ് അനലൈസ് ചെയ്യുന്നത്. I can tell you, I'm sorry I don't have enough time. I can give you thousands of examples where you'll be, surprised and perplexed to know how people make good decisions. Let me give you 1 minute. Just give me, I'll explain to you in 30 seconds. In one of the company where I was working, അവർ നോക്കിയപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു, ഒരു കണക്ടർ ഉണ്ടാക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ക്ലയന്റ് പറഞ്ഞു അത് സിൽവർ കൊണ്ട് വേണം അത് ഉണ്ടാക്കേണ്ടത്, സിൽവർ ആയിരിക്കണം അതിന്റെ പ്ലേറ്റിംഗ് മെറ്റീരിയൽ. ഇത്രയും കോസ്റ്റ് ആയി. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പ്, ലോകത്തുള്ള എല്ലാ കോണ്ടിനെന്റ്സിലും ഉണ്ട്. ദേ വെന്റ് ടു ഓൾ ദ വെൻഡേഴ്സ്. അങ്ങനെ ഒരു പർച്ചേസ് ഹെഡിന്റെ കൂടെ ഇവരെല്ലാവരും കൂടെ വെൻഡർ ചെയ്തപ്പോൾ കൊറിയയിൽ ഒരുത്തം പറഞ്ഞു, ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ, ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് വിത്ത് ആൻ അലോയ്. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കൂ, ഒരു ചെറിയ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കൂ പറഞ്ഞു. ഉണ്ടാക്കിയപ്പോൾ ഈ സിൽവറിനേക്കാളും എഫിഷ്യൻസി, കോസ്റ്റ് ഭയങ്കര കുറവ്. സോ ഐ വാസ് ടോൾഡ് ദാറ്റ് $25 million കുറഞ്ഞു എന്നാണ് പറയുന്നത്. ബിക്കോസ് അത്രയും വലിയൊരു കോസ്റ്റ് സേവിങ് ഉണ്ടായി. ഫ്രണ്ട്സ്, ദിസ് ഇസ് ബിക്കോസ് ഓഫ് സ്ട്രാറ്റജി. ഡോണ്ട് യു തിങ്ക് ദിസ് മോർ റിലവന്റ് നൗ എ ഡേയ്സ്? അപ്പോൾ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽ മാറ്റി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറയുന്നു. അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇതെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ദീസ് ആർ ഓൾ കോസ്റ്റ് മാനേജ്മെന്റ്. അവിടെ പ്രോഫിറ്റ് കിടക്കുന്നത്, സെയിൽസിലല്ല. ഓഫ് കോഴ്സ് വി ഹാവ് ടു നോ അബൌട്ട് ഡയറക്ട് ടാക്സ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് നത്തിങ് ബട്ട് അക്കൗണ്ടിംഗ് അറ്റം അഡ്വാൻസ് ലെവൽ. ഇൻഡയറക്ട് ടാക്സേഷന്റെ പ്രാക്ടീസ്. അഗെയിൻ മാനേജ്മെന്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്. കമ്പനീസ് ആക്ട് പ്രകാരം 148 കോസ്റ്റ് ഓഡിറ്റും കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കമ്പനീസ് ആക്ട് പ്രകാരം ഫൈനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻസിന് കോസ്റ്റ് ഓഡിറ്റ്, കമ്പനി സെക്രട്ടറീസിന് സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുന്ന പോലെ ഈ കോസ്റ്റ് ഓഡിറ്റും ഉണ്ട്. ഒരു മാനേജ്മെന്റ്, വാട്ട് ഇസ് മാനേജ്മെന്റ് ഓഡിറ്റ്? ജസ്റ്റ് ടു ചെക്ക് വെദർ ദ ഡിസിഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഹാസ് കം ഔട്ട് വെൽ ഓർ ദർ ഷുഡ് ബി എനി ചേഞ്ചസ് റിക്വയർഡ്. അതാണ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ. ബിസിനസ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു കമ്പനി മേടിക്കാൻ പോകുന്നു, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ ബിസിനസ്. ഒത്തിരി തിയറിയും ഒത്തിരി പ്രാക്ടീസും ഉള്ള സാധനമാണ്. ഇറ്റ് വിൽ മേക്ക് യു എ ഗ്ലോബൽ ഗായ്. It will make you a global guy. Performance management, how you measure a performance for a strategic decision making. നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടി സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാം. സെക്കൻഡ് കേസ് പ്രൈവറ്റ് സെക്ടർ, I was part of private sector and I'm also third thing is independent practicing ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ്, I need not pinpoint anyone. A lot of കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ചെന്നാൽ കാണാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടൻസ് ആർ ദി people running the show. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. ഇനി അതല്ല, ഗവൺമെന്റിന്റെ തന്നെ കോസ്റ്റ് അക്കൗണ്ട് സർവീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ IAS ഒക്കെ പോലത്തെ സാധനമാണ്. യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ്. സീനിയർ മാനേജ്മെന്റ് നേരെ നമുക്ക് മിക്കവാറും പോകാൻ പറ്റും. സീനിയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിട്ട് കമ്പനി. ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനാൻസ് ടീമിന്റെ ഹെഡ് ആയിട്ട് വരുന്നു. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ ഫൈനാൻഷ്യൽ തിങ്സ് needed in a particular company and you help your IT companies to bring out the software. These are all law related opportunity for practice. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, കാരണം you just understand, believe that under the law of the land in India there are huge opportunity for chartered accountants and cost accountants and company secretaries in practice. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലും പ്രാക്ടീസിലാണെങ്കിലും ഒത്തിരി. ഇപ്പോൾ മാനേജ്മെന്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ എല്ലാ വർക്കും എല്ലാവരും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് അത് വേണ്ട സാർ, എനിക്ക് പഠിപ്പിക്കാൻ പോകണം. യെസ്, ഇറ്റ്സ് പോസിബിൾ. ഐ മൈസെൽഫ് ടേക്ക് ക്ലാസ്സസ് ഇൻ ബിസിനസ് സ്കൂൾസ്. MOUs happen on a regular basis. നോക്കൂ, PhD ആയിട്ട് AICT കൺസിഡർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈയിടെ UGC പറഞ്ഞിട്ടുണ്ട്, ഓക്കെ യു ക്യാൻ ഡയറക്ട്ലി എൻറ്റർ ആൻഡ് ടേക്ക് എ PhD എന്ന് പറയുന്നത്. There are a lot of MOUs, something like this, friends. Anyway, you are spending time. Why don't you do everything?
This is what I'm trying to say. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ 3-4 പരീക്ഷ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, if you're completed CA Inter or CMA Inter or CS Inter, for just writing 4 paper, you get IGNOU, Indira Gandhi Open Universityയുടെ BCom പാസ് ആവാം. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഇതിനകത്ത് മ്യൂച്വലി റെക്കഗ്നൈസ്ഡ് ഉണ്ട്. ഓൾറൈറ്റ്, ദർ ഇസ് എ ക്യാമ്പസ് ഇന്റർവ്യൂ. ആ ക്യാമ്പസ് ഇന്റർവ്യൂവിന്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ മേക്കപ്പ് ചലഞ്ചസ്, അത് ഇതിനൊന്നും ഒരു ഇഷ്യൂ അല്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, വാട്ട് ഐ വാസ് തിങ്കിങ് വെൻ ഐ വാസ് ഡൂയിങ് മൈ BCom, ഇതുപോലെ നിങ്ങളുടെ ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നൗ ലുക്കിംഗ് ബാക്ക്, ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കും ഇതൊക്കെ. അപ്പോൾ പാസ്സാവുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന പാസ്സാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ലൈഫ് ഡിഫിക്കൽട്ട് ആവുന്നത്. അതുകൊണ്ട് ഈ എൻജോയ് ദിസ് ജേർണി ആൻഡ് ടേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് വിച്ച് യു ഹാവ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ബുക്ക്, നിങ്ങളുടെ നെറ്റ് കണക്ടിവിറ്റി, എല്ലാം. നിങ്ങളുടെ ലോജിക്കാണ് ലോജിക്, അല്ല wherever you are studying, അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ റിസോഴ്സസിനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ. Logic School of Management.